ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി തന്നുവല്ലോ. ഈ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ചിന്തിക്കുന്ന ഈ വർഷത്തിൻ്റെ 6ാമത്തെ മാസമാണ്. വളരെ വേഗമാണ് ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും നമ്മുടെ കൂടെ ഇരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ചത് ചിന്തിക്കാൻ തിരഞ്ഞെടുത്തത് 1-ാം സങ്കീർത്തനമാണല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാതെ അറിയാവുന്നൊരു സങ്കീർത്തനമാണ്. ബൈബിൾ അടച്ചു വെച്ചിട്ട് നമ്മൾ കാണാതെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയില്ല, ആരും അങ്ങനെ ഭയപ്പെടേണ്ട, ആരും എണ്ണിച്ച് പോകേണ്ട കാര്യമില്ല. അത്രമാത്രം പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. 1-ാം സങ്കീർത്തനം എന്തുകൊണ്ട് ഇത് ആദ്യം വന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 150 സങ്കീർത്തനമുണ്ട്. ഇത് അടുക്കി പറക്കി വെച്ചപ്പോൾ യാദൃശ്യമായിട്ടുണ്ട്, മുന്നിൽ കയറി വന്നതല്ല. ഇത് കമ്പയർ ചെയ്ത ശാസ്ത്രിമാർ എല്ലാ സങ്കീർത്തനവും അനലൈസ് ചെയ്തപ്പോൾ ഈ ബാക്കിയുള്ള 149 സങ്കീർത്തനങ്ങളോടുമുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്, ഒരു ഗേറ്റ് വേ എന്ന് പറയും. അല്ലെങ്കിൽ 149 സങ്കീർത്തനങ്ങളിൽ പറയുന്ന കാര്യത്തിൻ്റെ രത്ന ചുരുക്കമാണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. ഈ 1-ാം സങ്കീർത്തനത്തിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 149 സങ്കീർത്തനത്തിൻ്റെ രത്നചുരുക്കമാണ് 1-ാം സങ്കീർത്തനം. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 6-ാം വാക്യത്തിലോട്ടൊന്ന് വായിച്ചാൽ മതി. എപ്രകാരമാണ് പറയുന്നത്: യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. 1-ാം സങ്കീർത്തനത്തിൻ്റെ തീം അതാണ്. 2 വഴി, നീതിമാന്മാരുടെ വഴി, ദുഷ്ടന്മാരുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വഴി മുന്നിലുണ്ട്. ഈ 2 വഴിയുടെയും അന്ത്യവും പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? നമ്മുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി, എന്ത് തിരഞ്ഞെടുക്കുമെന്നുള്ള നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മളോട് പറയുന്നൊരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ ജീവിതവും അവരെടുത്ത തീരുമാനത്തിൽ അധിഷ്ഠിതമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടേക്കോ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, നമ്മുടെ പാർട്ട്നേഴ്സ്, ഇതൊക്കെ നമ്മുടെ തീരുമാനമാണ്, നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 2 വഴിയുണ്ടല്ലോ, ഈ വഴിയിൽ നാം എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ വഴിയിലാണോ അതോ ദൈവമില്ലാത്തവരുടെ വഴിയാണോ? ഇന്ന് പകൽക്കാലം ആ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. ആമേൻ. എന്തുകൊണ്ട് ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് വായിച്ച വാക്യത്തിൽ പ്രകാരം പറയുന്നു, നീതിമാന്മാരുടെ വഴി യഹോവയെ അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാണ്. ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നമ്മൾ ചുമ്മാ അങ്ങ് പോകുകയല്ല. ചിലർ അനന്തമായി സഞ്ചരിക്കും, അനന്തമായി പല ചിന്തകൾ പറയും. അങ്ങനെയല്ല, ഈ വഴിക്ക് ഒരു അവസാനമുണ്ട്, ഇതെത്തിച്ചേരുന്ന ഒരു ഇടമുണ്ട്. ഇവിടെ പറയും ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു. ഈ സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന ദുഷ്ടൻ എന്ന് പറയുന്ന പദം വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയുന്ന കണ്ണിൽ ചോരയില്ലാത്തവൻ അല്ലെങ്കിൽ ക്രൂരനായ മനുഷ്യനെന്നല്ല. അതിൻ്റെ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ശരിയായ പദത്തിൻ്റെ അവിടെ ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന ദൈവത്തെ അറിയാത്തവൻ, ദൈവത്തെ ഉപേക്ഷിച്ച ഒരു വ്യക്തി, അതിൻ്റെ അവസാനം നാശകരമാണ്. ദൈവത്തെ അറിഞ്ഞ വ്യക്തിയുടെ അവസാനം, ആമേൻ, ആ ദൈവത്തോട് ചേരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനെ മുഖാമുഖം കാണുന്ന ഒരു ഡെസ്റ്റിനേഷൻ നമുക്കുണ്ട്. അപ്പം നമ്മുടെ യാത്രയുടെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ ഞാനിപ്പോൾ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തീരങ്ങൾ നമുക്കറിയാം, ഒരുപാട് ചുഴലിക്കാറ്റിൻ്റെ ആക്രമണം വരുന്ന ഒരു സംഭവമാണ്, ഒരു മേഖലയാണ്. ഒരുപാട് കൂടെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. ഒരിക്കൽ അവിടെ അതിശക്തമായ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കിടയിൽ തീർന്നു. ഈ മനോഹരമായ തീരപ്രദേശം, ഒരുപാട് കൊച്ചു കൊച്ചു വീടുകളുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എന്നാൽ ഈ പ്രദേശത്ത് വളരെ ശക്തമായ കാറ്റഗറി 5 വരുന്നൊരു ചുഴലിക്കാറ്റടിച്ചു. അതൊക്കെ അതിൻ്റെ ചുഴലിക്കാറ്റിൻ്റെ ശേഷം ഉള്ള കാഴ്ച വളരെ ഭീകരമായ കാഴ്ചയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സകല ഭവനങ്ങളും, സകല വീടുകളും, ബിൽഡിങ്ങുകളും തകർന്ന് എല്ലാം നിലംപരിശായി കിടക്കുകയാണ്. അവിടെയുള്ള വഴികളും 1 മൈൽ റേഡിയസിൽ ചുറ്റുമുള്ള സകല ബിൽഡിങ്ങുകളും നശിച്ചു കിടക്കുന്നു. പിറ്റേ ദിവസത്തെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സകല പത്രങ്ങളും സകല ചാനലുകളും ഇതാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്.
മീഡിയ ടീമൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ യാത്ര ചെയ്യാൻ നിർവാഹമില്ല. കാരണം സകല വഴികളും എല്ലാം തകർന്ന് അവിടെ അവർക്ക് കയറാൻ കഴിയാത്ത നിലയിൽ എല്ലാം നിലംപരിശായി കിടക്കുകയാണ്. അങ്ങനെ മീഡിയ ടീം അവരുടെ ഹെലികോപ്റ്ററിൽ ഇതിൻ്റെ വിഷ്വലൊക്കെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള ആ വിഷ്വൽസൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. സകലതും നിലംപരിശായി കിടക്കുകയാണ്. എന്നാൽ ഇവർ ഈ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു വീട് മാത്രം, ഇതിന് നടുക്ക് ഒരു 2 നില കെട്ടിടം. ഈ ചുറ്റും ഫ്ലാറ്റ് ഉണ്ടായി കിടക്കുമ്പോൾ ഒരു വീട് മാത്രം അവിടെ നിൽക്കുകയാണ്. അത് വളരെ കൗതുകരമായ ഒരു കാഴ്ചയായിട്ട് അവിടെ തോന്നി. ഇവിടെ നോക്കിയപ്പോൾ അതിൻ്റെ ജനൽ അവിടെ തന്നെയുണ്ട്, റൂഫ് അവിടെയുണ്ട്, ആ വീട് അതുപോലെ നിൽക്കുകയാണ്. ഇവർ ഈ മീഡിയ ടീം ഇതിൻ്റെ ഓണറിനെ കണ്ടുപിടിച്ചു. അന്നത്തെ ദിവസം തന്നെ ഇവിടെ വീട്ടിൽ റിപ്പോർട്ടേഴ്സ് ചെന്നിട്ട് ഇവരോട് ചോദിക്കും, നിങ്ങളുടെ വീട് മാത്രം ഇത്രയും വീടുകളും നശിച്ച് കിടക്കുമ്പോൾ നിങ്ങളുടെ വീട് മാത്രം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ റീസൺ എന്നാ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ ഭവനം അവിടെ വെച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ബിൽഡേഴ്സ് എല്ലാം പറഞ്ഞു, നീ കാശ് വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ്, ഇതൊരു വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം ബാക്കിയുള്ള അവിടുത്തെ വീടുകളെല്ലാം ആ മണലിൻ്റെ മേൽ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് പണിയുന്നത്. എന്നാൽ ഞാൻ ഈ വീട് പണിയുമ്പോൾ 28 അടി താഴോട്ട് കോൺക്രീറ്റ് പൈലിംഗ് നടത്തി ശക്തമായൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ മേളിൽ ഈ വീട് വെച്ചത്. വീട് വെച്ച് കഴിയുമ്പോൾ ഈ വീടുകളെല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്. എൻ്റെ വീട്, ബാക്കി വീടുകൾ ഇതെല്ലാം കാണുമ്പോൾ ഒരുപോലെ ആയിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം ഇതിൻ്റെ അടിയിൽ ഒരു അടിസ്ഥാനമുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം പുള്ളി പറഞ്ഞൊരു വാക്ക് വളരെ വളരെ എന്നാ പറയുന്നത്, ചിന്തിപ്പിക്കുന്നൊരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ കാണുന്ന ബാക്കിയുള്ള വീടുകളൊക്കെ പണിത് ഒറ്റൊരു കാര്യം നോക്കിയാണ്. നല്ലൊരു സണ്ണി ഡേ, നല്ല വെതറുള്ളപ്പോൾ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്കിയുള്ള വീടുകളൊക്കെ പണിതിരിക്കുന്നത്. നല്ലൊരു സണ്ണി വെതർ, ഒരു സണ്ണി ഡേ, ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വീടുകളൊക്കെ പണിതിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ വീട് വെച്ചത് ഒരു ചുഴലിക്കാറ്റിനെ, ഒരു കൊടുങ്കാറ്റിനെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വീട് വെച്ചത്. ഇന്ന് വലക്കാലം അപ്രകാരം ഒരു ചുഴലിക്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ മാഞ്ഞടിക്കും. ഈ ജീവിതയാത്രയിൽ നമ്മുടെ നേരെയും അങ്ങനെ ഒരു കാറ്റടിക്കും. അപ്പോൾ കാറ്റ് പാറ്റുന്ന പതിരായി തീരുമോ, അതോ ആഴത്തിൽ വേരൂന്നിയ ഫലപ്രദമായ ഒരു വൃക്ഷമായി തീരുമോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഡിസിഷൻസ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഇന്ന് വലക്കാലം ആ ഒരു തീരുമാനമെടുക്കുവാൻ നാം എപ്രകാരമായി തീരണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഒന്നാമത്തെ വാക്യം 1, 2 വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. മതി. ഈ 2 വാക്യങ്ങളിൽ ഏറ്റവും അവസാനമാണ് കാണുന്നത്, ആരാണ് ഭാഗ്യവാൻ, ഭാഗ്യവാനായ ഒരു മനുഷ്യൻ. ഇവിടെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് സംതൃപ്തികരമായ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യൻ ആരല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. തുടക്കം പറയുന്നത് അവൻ ആരല്ല, അവൻ വായിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണെന്ന് അവിടെ പറയുന്നത്. ദുഷ്ടൻ, പാപി, പരിഹാസി. 3 കാര്യങ്ങൾ പറയുകയാണ്. ആരാണ് ഭാഗ്യവാനായ സംതൃപ്തരായ ജീവിതം നയിക്കുന്നവൻ? അവൻ ദുഷ്ടൻ്റെ കൂടെ നടക്കാത്തവൻ, ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പാപികളുടെ കൂടെ നിൽക്കാത്തവൻ, പരിഹാസിയുടെ കൂടെ ഇരിക്കാത്തവൻ. അത് വായിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ദുഷ്ടൻ, പാപി, കണ്ടു, കറക്റ്റ് ലെവലാണ് കിടക്കുന്നത്. ദുഷ്ടൻ, പാപി, പരിഹാസി. ഇപ്പുറത്ത് അതിൻ്റെ ആക്ഷനും കൂടെ കിടക്കുന്നുണ്ട്. നടക്കുക, നിൽക്കുക, ഇരിക്കുക. ശരിക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കവിത, വളരെ കഴിവുള്ള നല്ല ഒരു പ്രഗത്ഭനായ വ്യക്തി എഴുതിയതാണ്. നമ്മളൊരു പക്ഷേ മലയാളം വായിക്കുമ്പോൾ നമുക്ക് അത്രയും ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് അത്ര പിടി കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പാപത്തിലേക്കൊരു മനുഷ്യൻ പോകുന്നതിൻ്റെ ഒരു ഗ്രാഫ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നുകൂടെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയും രാവിലെ എഴുന്നേറ്റ് നല്ലൊരു ദിവസം ഇന്നൊരു പാപം ചെയ്തേക്കാന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയല്ല. അവൻ്റെ ജീവിത സാഹചര്യം പതുക്കെ 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 അവനെ ദൈവമില്ലാത്ത വഴിയിൽ കൊണ്ടെത്തിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, ഇന്ന് ഈ ചർച്ചിലോട്ട് വരുന്ന വഴിക്ക് കെസി പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു കാര്യം പറയുവാണ്. അവനോട് പറഞ്ഞത്, കൊച്ചു കുഞ്ഞാണ്, നമുക്കറിയാം, ഇപ്പം എല്ലാം കയറി പിടിച്ച് വലിക്കുന്നൊരു പ്രായമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും മുഴങ്ങി കേൾക്കുന്നൊരു വാക്കാണ് നോ. ഇത് ഒരു 5 മിനിറ്റ് കുടുംബം ഇങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാവും. കാരണം അവനറിയത്തില്ല ഏതൊക്കെയാണ് പിടിക്കേണ്ടത്, എന്തൊക്കെയാണ് പിടിക്കേണ്ടത്. അപ്പം മിക്കവാറും കെസി കുക്ക് ചെയ്യുമ്പം കിച്ചണിലായിരിക്കും, അവിടെ കൂടെ ആയിരിക്കും. ആ കിച്ചൺ മുഴുവൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ ഈ കിച്ചണിൽ ഒരുപാട് കബോർഡുണ്ട്, ഷെൽഫ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നതിൽ തുറക്കുമ്പോൾ ഒന്നും പറ്റത്തില്ല. എന്നാൽ ഒരു സിങ്കിൻ്റെ അടിയിൽ നിൽക്കുന്ന ഷെൽഫിലാണ് ഈ ഫുഡ് വേസ്റ്റിൻ്റെ ബിന്നിരിക്കുന്നത്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ഇവന് വേസ്റ്റ് എടുക്കും, അത് കുഞ്ഞിന് കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഷെൽഫ് തൊടുമ്പോൾ മാത്രം പറയും നോ പറയും. അവന് ബാക്കിയെല്ലാം
പിടിക്കാം. ഈ ഏദൻ തോട്ടത്തിലെ കാര്യം പറയുന്നല്ലോ, ബാക്കിയുള്ള വൃക്ഷമെല്ലാം ഫലം കഴിക്കാം. അങ്ങോട്ട് ചെല്ലുമ്പം ഒരു നോ പറയുന്ന ഉടനെ ഈ കുഞ്ഞ് ആദ്യം അങ്ങ് വിടുവല്ല, ഇത് പിടിച്ചിട്ടൊന്ന് നോക്ക് നമ്മളെ. കാരണം ആ വാക്ക് കേൾക്കുമ്പോൾ അറിയാം അത്ര ശരിയല്ല. നമ്മളൊന്ന് ചിരിച്ച് കാണിക്കും. അപ്പം വീണ്ടും ഒരു നോ പറഞ്ഞാലേ അത് കയ്യിലെടുക്കത്തുള്ളൂ. അപ്പോഴേ അതിൻ്റെ അകത്തൊരു പൂർണ്ണ അല്ലെങ്കിൽ ഒരു മനസ്സിലാകത്തുള്ളൂ ഇതത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ലെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം ആദ്യത്തെ ഒരു നോ പറയുമ്പോൾ ആളിങ്ങനെ കൈ എടുത്തിട്ട് ഇങ്ങനെ ആടി 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 നിൽക്കും. അപ്പം നമ്മൾ നോക്കിയാണ് അതിൻ്റെ അടുത്ത് നിൽക്കുമല്ലേ, കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഹാൻഡിൽ ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ നിൽക്കും. അപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുകയാണ്, കുഴപ്പമില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക. അപ്പോഴും നമ്മൾ ബിന്നാണ് നമ്മുടെ പ്രധാന വിഷയം. ബിന്നിൽ തൊടുന്നതല്ലേ കുറ്റം, ബിന്നിൽ തൊടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണുന്നത് ബിന്നിൻ്റെ അകത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയാണ് പ്രോഗ്രഷൻ. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ വഴിയിൽ നാം എത്തപ്പെടുന്നത് എല്ലാവരും എനിക്ക് ദൈവം വേണ്ട, സഭ വേണ്ട, സഭാമക്കൾ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ പാപത്തിൻ്റെ വഴി എന്ന് പറഞ്ഞ് അന്വേഷിച്ചെന്ന് കയറുകയല്ല. നമ്മളറിയാതെ ഓരോ ചുവടും എടുത്ത് നമ്മുടെ ഡിസിഷനാണ്, നമ്മുടെ തീരുമാനമാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ദൈവമില്ലാത്ത വഴിയാണ്. ഇവിടെ പറയുന്ന ആ വാക്യമുണ്ടല്ലോ, ഒന്ന് പ്രൊജക്റ്റ് ചെയ്തേരെ. ദുഷ്ടൻ, പാപി, പരിഹാസി. ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും നമ്മൾ മലയാളത്തിൽ കാണുന്ന ദുഷ്ടനല്ല. ദൈവമില്ലാത്ത ഒരു സെക്യുലർ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. അവന് ദൈവം വേണ്ട, ദൈവവും വചനമോ ഒന്നും പിന്നെ ഒരു വിഷയമല്ല. പക്ഷെ അവൻ പറയത്തക്ക കുറ്റമോ പറയത്തക്ക തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. അതിന് ദൈവം ഇഷ്ടമല്ല, ദൈവവചനമോ അവന് കാര്യമില്ല. രണ്ടാമത്തെ കാണുന്ന വ്യക്തിയാണ് പാപി. പാപി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന തെറ്റുകളൊക്കെ ചെയ്യുകയും അവൻ പൂർണ്ണമായി പാപത്തിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. പൂർണ്ണമായും ദൈവത്തിൻ്റെ വചനത്തിനെതിരായാണ് ജീവിക്കുന്നത്. അതിൻ്റെ തേർഡ് ഡിഗ്രിയാണ് ഏറ്റവും എക്സ്ട്രീമായി കാണുന്ന ഒരു ക്യാരക്ടറാണ് പരിഹാസി. ഈ പരിഹാസി എന്ന് പറയുന്നവൻ പാപത്തിൽ ജീവിക്കുക മാത്രമല്ല, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും പരിഹസിക്കുകയാണ്. ദൈവ മക്കളെയും അവരുടെ ജീവിതത്തെ രീതി എല്ലാം പരിഹസിക്കുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഒരു ക്യാരക്ടറാണ്. ദൈവമക്കളെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിവാക്കേണ്ടുന്ന ഒരു സ്വഭാവമാണ് പരിഹസിക്കുക എന്നുള്ള സ്വഭാവം. ഞാൻ ചിലവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്കൊരു കോൺവെർസേഷൻ നടത്തണമെങ്കിൽ ആരെങ്കിലും പരിഹസിച്ച് അവർക്കൊരു കോൺവെർസേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരാളുടെ നടക്കുന്ന സ്റ്റൈലായിരിക്കും, അവരുടെ ഹൈറ്റ് ആയിരിക്കും, മുടിയായിരിക്കും, എന്തെങ്കിലുമൊക്കെ കളിയാക്കി സംസാരിക്കത്തുള്ളൂ. അതൊരു പക്ഷേ നമുക്കറിയത്തില്ല, ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു വ്യക്തിക്ക് അത് ചിലപ്പം വേദന ഉണ്ടാക്കുമായിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും പരിഹാസി എന്ന് പറയുന്ന പദമാണ് ഒരു ഗോഡ്ലി ക്യാരക്ടറിന് നേരെ എതിർവശത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പദമാണ്. ഇവിടെ പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇപ്പോഴത്തെ ആക്ഷൻ നോക്കുകയാണെങ്കിൽ നടക്കുക, ഒരാളുടെ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വലിയൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ കൂടെ നടക്കുമ്പോൾ ആ വ്യക്തിയുടെ വാല്യൂസ്, അവിടെ ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ കേൾക്കും. അതിൻ്റെ അർത്ഥം അതുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്നതല്ല, അത് അംഗീകരിക്കുന്നതൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് കൂടെ അങ്ങ് നടക്കുക. ഞാൻ കൊച്ചിയിലായിരുന്നപ്പോൾ ഇതോട് നടക്കാൻ പോകുന്ന ഒരു നല്ലൊരു ഏറിയുണ്ട്. ആൾക്കാരൊക്കെ നടക്കാൻ വരുന്നത്, IT പാർക്കായിട്ട് ഒരുപാട് പേര് നടക്കാൻ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുമ്പം നമ്മളെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്, ഇതേ സ്ഥലത്ത് നടക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ 2-3 വട്ടം ഇവരെ കൂട്ടിമുട്ടുമ്പോൾ നമ്മളൊന്ന് കൈപോക്കി കാണിക്കും, അവരും കൈപോക്കി കാണിക്കും. അതിലും വലിയൊരു ബന്ധമില്ല, അത്രയേ ഉള്ളൂ. കൈ ഒന്ന് പോക്കി കാണിക്കും. ചിലപ്പോൾ ഇവിടെ കൂട്ടത്തിൽ നമ്മൾ നടക്കും, ചുമ്മാ പറയുന്നത് സ്പീഡ് കുറവാണല്ലോ, സ്പീഡ് കൂടുതലാണോ, എന്തെങ്കിലുമൊക്കെ എന്ന് പറയും. അത്രയേ ഉള്ളൂ, ആ ബന്ധമേ ഉള്ളൂ. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ, ഈ ബന്ധം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നൊന്ന് സംസാരിക്കും. കുറച്ച് ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ എവിടെ ആയിരുന്നു, അത് ഇന്നിടത്തായിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു, കാര്യമൊക്കെ പറയാം. അപ്പം കുറച്ചുകൂടെ ഒരു ബന്ധം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ നിന്ന് സംസാരിക്കും. ഇവിടെ പറയുകയാണ്, കൂടെ നടക്കുക. ഈ ദുഷ്ടൻ്റെ കൂടെ നടക്കുന്നവൻ, ദൈവമില്ലാത്തവൻ്റെ കൂടെ നടക്കുന്നവൻ്റെ നെക്സ്റ്റ് ലെവൽ എന്താണെന്നറിയാവോ? അവൻ പാപിയുടെ കൂടെ നിൽക്കും. നേരത്തെ അവൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ കേൾക്കത്തേ ഉള്ളൂ. ഇപ്പം നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഏകദേശം അവൻ്റെ കാര്യം പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. ഏകദേശം ആ ഒരു ട്രാക്ക് മുഴുവനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, എല്ലാം ഒന്നും ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തും സത്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നിൽക്കും, അവൻ്റെ കൂടെ നിന്ന് കേൾക്കുക. അതിൻ്റെ അടുത്ത ലെവലാണ് കുറച്ചുകൂടെ സ്നേഹമുള്ളവരെ കാണാൻ നമ്മൾ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കില്ല, ഇവിടെ റെസ്റ്റോറൻറ്റ്, അവിടെ നല്ല റെസ്റ്റോറൻറ്റ്, നമുക്ക് പോയിരുന്നൊന്ന് കഴിക്കാം. അതിൻ്റെ അടുത്ത ലെവല് പരിഹാസിയുടെ കൂട്ടത്തിൽ ഇരിക്കും. പിന്നെന്താ സംഭവിക്കുന്നത്? അവൻ്റെ കൂടെ ചേർന്ന് നാമും ഒരു പരിഹാസിയാവുക. അതിൻ്റെ ആ ഗ്രാഫ് പോകുന്നതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പലയിടത്തും ദൈവമക്കൾ വീണു പോകുന്നത് ഇങ്ങനെ.
ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തെ ഫ്രണ്ട്സ് എല്ലാം ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഞങ്ങൾ തമ്മിൽ കാണുവാണ്. തമ്മിൽ കാണുമ്പം ഈ കൂട്ടത്തിൽ ഞാനും വേറൊരു വ്യക്തിയും മാത്രമേ ഉള്ളൂ മദ്യപിക്കാത്തത്. നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, തമ്മിൽ കൂടുവാണെങ്കിൽ മദ്യപിക്കുന്നതാണ് ആനന്ദം, അല്ലെങ്കിൽ അതിൽ മാത്രമാണ് സന്തോഷം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നിർഭാഗ്യവശാൽ. അപ്പം ഞാനും ഈ വ്യക്തിയും മാത്രമാണ് ഞങ്ങൾ മദ്യപിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഗ്യാതറിംഗ് ആണ് പറയുന്നതെങ്കിൽ പതുക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യും. കാരണം ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇന്നലെ കുറേ നാൾക്ക് ശേഷം ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പിൽ ഒരാൾ എന്നെ വിളിച്ചു, ഇപ്പം നീ മാത്രം എന്താ വരാത്ത? അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മറ്റേ വ്യക്തി വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുത്തിരി തിരക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. എന്നിട്ട് ഞാനും പിന്നെയും ചില ദിവസം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ മദ്യപിക്കാത്ത വ്യക്തിയെ വിളിച്ചു. അങ്ങനെയുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകും, പക്ഷേ ഞാൻ അവിടെ കൂട്ടല്ല. ഞാൻ ഇവർ കുടിക്കുന്നതൊന്നും ഞാൻ കുടിക്കത്തില്ല. ഞാൻ കുടിക്കുന്നതിൻ്റെ അകത്തെ അളവുണ്ട്, ആൽക്കഹോളിൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയും, ഇത്ര ശതമാനത്തിൽ താഴെയുള്ളതേ ഞാൻ കുടിക്കത്തുള്ളൂ. ഇവർ കുടിക്കുന്ന പോലെ ഞാൻ കുടിക്കത്തില്ല. എന്നാലും കുറേ നാൾക്ക് ശേഷം ഞാനിപ്പോൾ അറിഞ്ഞു, ആദ്യം കുടിക്കുന്നതിനേക്കാളും മികച്ച ഒരു മദ്യപാനിയായിട്ട് ഇദ്ദേഹം മാറി. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഇവരുടെ കൂടെ ചേർന്ന് ഞാൻ അതിൻ്റെ നടുവിൽ നിന്ന് പ്രകാശിക്കും, ജ്യോതിഷത്തെ പോലെ പ്രകാശിക്കുന്നതൊക്കെ പറഞ്ഞു. അതൊക്കെ ചുമ്മാതെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൂടെ സാമ്പ്രദർ പറഞ്ഞു, താൻ തൻ്റെ ഇങ്ങോട്ട് വരാനുള്ള ജീവിതത്തിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നൊരു കാര്യം ഇതാണ് പറഞ്ഞത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് കുറേ കാലം താൻ ആ ഒരു മേഖലയിൽ നിന്നു. എന്നാൽ അതിനുശേഷം തൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ശരിയായൊരു ദൈവപൈതൽ നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യമല്ല ഇത്. അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് പുതിയൊരു വഴിയൊരുക്കിയാൽ ഞാൻ ആ ഒരു പാതയിൽ തന്നെ കടന്നു. ആ ഒരു ഡിസിഷൻ്റെ പുറത്താണ് താൻ ഇവിടെ കടന്ന് ഇടയെത്തുന്ന. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഞാൻ പറയാനിടയെത്തുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ മക്കൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതൊരു പാതയുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന തീരുമാനങ്ങളുണ്ട്. ആമേൻ. അതാത് ദിവസങ്ങളിൽ, അതാത് നിമിഷങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, കൃത്യമായ കാര്യങ്ങൾ നമുക്കൊരു നോ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളറിയാതെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന നിലവാരത്തിൽ നാം എത്തിച്ചേരേണ്ടതായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഓരോ ചുവടും ഓരോ കാൽവെപ്പുകളും അങ്ങനെയെങ്കിൽ ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ, ആ ഒരു തീരുമാനത്തിന്മേൽ നാം എടുക്കേണ്ടത് ആവശ്യമാണ്. ഈ 3 കാര്യം പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സോറി, 2-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. മതി. ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞത് ദൈവത്തിൽ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്താകരുത്, എന്ത് ചെയ്യരുത്. 2ാമത് പറയുകയാണ് അവൻ എന്തൊക്കെ ചെയ്യണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക. പലപ്പോഴും ധ്യാനമെന്ന് കേൾക്കുമ്പം നമ്മളൊക്കെ ഇന്ത്യൻസാണ്, ഏഷ്യൻ സൈഡ് അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിൽ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗുഹയ്ക്കകത്തൊക്കെ പോയിരുന്ന് ഇങ്ങനെ ശ്വാസം, അതാണ് ഈസ്റ്റേൺ മീനിങ്, അതാണ് ധ്യാനത്തിൻ്റെ. എന്നാൽ ബൈബിൾ ഒരുപാടത്ത് കാണുന്നൊരു പദമാണ് ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ള പദം. എന്നാൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ചിന്തകളൊക്കെ ശൂന്യമാക്കി, ഈസ്റ്റേൺ ഐഡിയ അതാണ്, എല്ലാം വിട്ട്, എല്ലാം മറന്ന്, എല്ലാ ചിന്തകളും മാറ്റി, ഒന്നുമില്ല, മനസ്സിനെ അങ്ങ് ശൂന്യമാക്കുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മുടെ ഉള്ളത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ ശൂന്യമാക്കുവാനല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. അവിടെ പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അങ്ങനെ ഒരു സന്തോഷം അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ആ ഒരു സന്തോഷം വന്നെങ്കിൽ മാത്രമേ നമുക്ക് രാപ്പകൽ ധ്യാനിക്കാൻ കഴിയത്തുള്ളൂ. ആ സന്തോഷമില്ലാതെ നമുക്ക് ഈ ടൈമൊക്കെ വെച്ച്, അലാമൊക്കെ വെച്ച് ധ്യാനിക്കാം. എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് ജയിപ്പിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് നമുക്ക് നിർബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും, ആരും പറയേണ്ട കാര്യമില്ല. ഇപ്പം കുഞ്ഞിന് കെസി രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങളാണ് കുഞ്ഞിനെ നോക്കുന്നത്. അപ്പം ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവനെ ഫീഡ് ചെയ്യുക എന്നുള്ളത്. കാരണം പിള്ളേരാണല്ലോ, ഇവർ ഈ ചെറിയൊരു ബോളുണ്ടെങ്കിൽ ഇത് കഴിക്കണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ എപ്പോഴും ഒരു സ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 25-30 സെക്കൻഡ്സ് ആശാൻ പിന്നെ അതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ഈ 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ്, അവരുടെ രീതി ഇങ്ങനെയാണല്ലോ, നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇച്ചിരി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് ഇതുവരെ ഈ സാധനം ഞാൻ കൊടുത്തിട്ടില്ല, കാരണം കുഞ്ഞുങ്ങൾക്ക് മധുരം അത്ര നല്ലതല്ലല്ലോ. അപ്പം ഇങ്ങനെ എൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒന്ന് കൊടുത്തേക്കാം. ഞാൻ ഒരു സ്പൂൺ എടുത്ത് കൊടുത്ത് ഇത് കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതും ചാടി കയറി അടുത്ത എൻ്റെ കൈ കയറി പിടിച്ചു. അവിടെ വീണ്ടും വാ അങ്ങ് തുറന്നു. ഞാൻ ശ്രദ്ധിച്ചു, സാധാരണ ഒരു 25-30 സെക്കൻഡ് കഴിഞ്ഞാൽ വാ തുറക്കത്തുള്ളൂ. ഇത് വീണ്ടും തുറന്നു. ഞാൻ എൻ്റെ ഐസ്ക്രീം തീരാറായിരുന്നു. ഞാൻ 2 സ്പൂണും കൂടെ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും തുറന്നു. അപ്പോഴത്തേക്ക് ഞാൻ ബൗൾ കാണിച്ച് തീർന്നു. ഭയങ്കരം കരച്ചിലും ബഹളവും. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് സന്തോഷമുണ്ടെങ്കിലേ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ നാം ധ്യാനിക്കും. അവൻ ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ വചനമായിട്ട് നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷമുണ്ടാവണം, ഉള്ളിൽ നിന്നൊരു ബന്ധമുണ്ടാവണം. പുറമേ നിന്ന് നമ്മളെ ആരൊക്കെ എന്തൊക്കെ നമ്മൾ ഫോഴ്സ് ചെയ്താലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഉള്ളിൽ. അവിടെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ആ ഒരു വാക്ക് അതുകൊണ്ടാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുക മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ അതല്ല. ആ ന്യായപ്രമാണത്തിൽ അതിൻ്റെ അകത്ത് ഒരു സന്തോഷം, അതിൻ്റെ അകത്ത് സന്തോഷിക്കണമെങ്കിൽ നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. ഇന്ന് പകലിൽ ഞാൻ സൺഡേ സ്കൂളിൽ ഞാനും ബെഞ്ചി ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് ഇതാണ്, സയൻസ്, ഫെയ്ത്ത് ആൻഡ് സയൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യമാണ്, പലരും ഈ സയൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് സത്യമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിട്ടുപോകത്തില്ല. എന്തൊക്കെ വന്നാലും നമ്മൾ ആ ഫെയ്ത്തിൻ്റെ അത് ഉറച്ചു നിൽക്കും. ഒരിക്കൽ കർത്താവിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയൊക്കെ കണ്ട് വന്ന വലിയ പുരുഷാരം അവൻ്റെ വീര്യപ്രവൃത്തിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട്, ഇത് നല്ലൊരു മനുഷ്യൻ, അല്ലെങ്കിൽ നല്ല പ്രവാചകൻ, ഇത് മിടുക്കൻ, ഇത് ഇസ്രായേലിലെ രക്ഷകൻ എന്നൊക്കെ കരുതി കൂടെ വന്ന ആൾക്കാർ ശരിയായ ഉപദേശം കേട്ടപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കഠിന ഉപദേശമാണ്, ഇത് പറ്റത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് കേട്ട് ആളുകൾ വിട്ടുപോകുമ്പോൾ കർത്താവ് അവരെ തടയുന്നില്ല. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം. അത് തന്നെയാണ് 1-ാം സങ്കീർത്തനം പറയുന്നത്, നമ്മുടെ ഡിസിഷൻ. കർത്താവ് ഒരിക്കലും നമ്മളെ അടിച്ച് ഡിസിഷൻ എടുപ്പിക്കത്തില്ല, നമ്മുടെ ചോയ്സാണ്. അവിടെ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ മുന്നിലുണ്ട്. ഇന്ന് വൽക്കാലം അത് തിരിച്ചറിയുന്നവൻ ഈ വചനത്തിൽ സന്തോഷിക്കും. ആമേൻ. അത് തിരിച്ചറിയുന്നവൻ രാപ്പകൽ ധ്യാനിക്കും. ഇന്ന് വാലക്കാലം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് സത്യം, ഇതാണ് നിലനിൽക്കുന്ന സത്യം, ഇതാണ് നിത്യമായത്, ഈ വഴിയുടെ അന്ത്യത്തിൽ എനിക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് മടങ്ങി വരും, എന്നെ ചേർക്കുമെന്നുള്ള സത്യം തിരിച്ചറിയുന്നവൻ അവൻ രാപ്പകൽ ധ്യാനിക്കും, അവൻ ഈ വചനത്തിൽ സന്തോഷിക്കുവാനിടയായി തീരും. ഇവിടെ പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവൻ ഭാഗ്യവാൻ. അവൻ്റെ അവസ്ഥ 3-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടത്വമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. ഈ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യം പറയുകയാണ്, അവൻ നട്ടിരിക്കുന്ന വൃക്ഷം. ഒന്ന് പുറമേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വൃക്ഷം, എല്ലാം ഒരുപോലെ ഇരിക്കും. ഞാൻ ആദ്യമേ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, എല്ലാ വീടുകളും ഒരുപോലെ ഇരിക്കും, കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ നമുക്കൊരു അടിസ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അടിസ്ഥാനമുണ്ട്. നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു കരത്തെ പറ്റിയുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അവിടെ പറയണം, തക്ക കാലത്ത് ഫലം കായ്ക്കും. നമുക്ക് ഫലം കായ്ക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ ഉയർത്തുന്ന ഒരു തക്ക കാലമുണ്ട്, ഒരു സീസൺ നമുക്കുണ്ട്. ദൈവത്തിൻ്റെ വഴി സഞ്ചരിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സീസൺസ് ഉണ്ട്. തിരുവചനത്തിൽ പറയുകയാണ്, അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടത്. അപ്പം നമുക്കൊരു തക്ക സമയം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു സമയം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. ആമേൻ. അവൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്ന, അവൻ്റെ വചനത്തിൽ ധ്യാനിക്കുന്നവർക്ക് ഒരു തക്ക സമയം, നമുക്കൊരു സീസൺസ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4-5 വാക്യങ്ങളോട് വായിക്കാൻ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല.
ആമേൻ, സ്തോത്രം. ഒരു ദിവസമുണ്ട് കാറ്റ് പാറ്റുന്ന പോലെ പതിരുകളൊക്കെ പറന്നു പോകുന്ന, അല്ലെങ്കിൽ ഈ വ്യത്യാസം തിരിച്ചറിയുന്ന എല്ലാ കള്ളത്തരങ്ങളും എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തെ ത്യജിക്കുന്ന വഴിയിൽ സഞ്ചരിച്ചിട്ട് നമുക്ക് സഭായോഗത്തിൽ കടന്നു വരാം. പതിരൊക്കെ കണ്ടു കഴിഞ്ഞ ഒരു പക്ഷേ നെൽമണിയുടെ കൂട്ട് നിന്നിരിക്കും. എന്നാൽ അതൊക്കെ പറന്നു പോകുന്ന, അതിൻ്റെ ഉള്ളിലെ ശൂന്യാവസ്ഥ വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പൽക്കാലം അതിൻ്റെ മുമ്പാകെ ആമേൻ നമുക്ക് ഉറപ്പോടെ നിൽക്കുവാൻ കഴിയണം. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ തൻ്റെ അനുഭവം ഞാൻ ഇപ്രകാരം ഓർക്കുകയാണ്. അദ്ദേഹം ഒരു പെന്തക്കോസ്തൽ ബിലീവറാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി സഭയിലുള്ളവർക്കും ഒക്കെ സ്നേഹത്തോടുള്ളൊരു പരാതിയാണ് പറയുന്നത്. കാരണം എല്ലാ മീറ്റിങ്ങിലും ലേറ്റായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും മെയിൻ കാര്യമെങ്കിലും ഈ വ്യക്തി ലേറ്റായിട്ടാണ് എത്തുന്നത്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അത് ഓരോ റീസൺസൊക്കെ ഓരോ ആഴ്ചയും പറഞ്ഞ് എക്സ്കേക്ക് ആവും. എന്നാൽ ഒരു ദിവസം ഞായറാഴ്ച കഴിയുമ്പോൾ ചർച്ചിൽ ഒരു അച്ഛൻ വന്ന് പറഞ്ഞ്, മോനെ എടാ, ഈ വരുന്ന ബുധനാഴ്ച എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, നീ ആദ്യം വന്നിരിക്കണം. കാരണം നീ പല ന്യായങ്ങൾ പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും നീ പകുതിയാകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ അത് പണ്ടത്തെ കാര്യമൊക്കെ ഇവിടെ ഈ ആഴ്ച, ഈ ബുധനാഴ്ച ഞാൻ വന്നിരിക്കും. അപ്പോൾ ഈ പതുപോലെ ഈ ബുധനാഴ്ച വന്നു. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പം അന്നത്തെ പോലെ ഇദ്ദേഹവും എല്ലാം നേരത്തെ എത്തണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അവൻ ഈ ഭവനത്തിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ആരാധനയും കഴിഞ്ഞു, അല്ല പാട്ട് വർഷിപ്പ് കഴിഞ്ഞു, വചന ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയാണ്. അപ്പം അവന് ചെന്ന് സാധാ ഇനി എന്താണ് ഇന്ന് പറയേണ്ടത്, എല്ലാ ദിവസവും ഓരോ കള്ളത്തിലൊക്കെ പറഞ്ഞാൽ കയറുന്നത്. ഇപ്പം നോക്കിയപ്പം ആ പ്രാർത്ഥന അങ്ങ് ബ്രഹ്മി നിൽക്കുക. അപ്പം വിചാരിച്ചു ഈ പ്രാർത്ഥന അങ്ങ് കുറച്ചുകൂടെ ഒരു എക്സ്ട്രീം എത്തുന്ന ഉടനെ ആരും അറിയാതെ അത്തം കയറാം. അപ്പം ഈ പ്രാർത്ഥന തുടങ്ങുന്ന അവിടെ ആൾ പതുക്കെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. ചെരുപ്പൊക്കെ സൗണ്ട് ഉണ്ടാക്കാതെ അഴിച്ച് പതുക്കെ പമ്മി ഫ്രണ്ടിൽ വന്ന് നിന്നു. അപ്പം ആ പ്രാർത്ഥനയുടെ ബ്രഹ്മിലെത്തി ഉടനെ ആശനാരും അറിയാതെ ബൈബിളൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് അകത്തോട്ട് കയറി എങ്കിരുന്നു. നോക്കി ആരും കണ്ടില്ല. പ്രാർത്ഥന നിന്നു. കണ്ണു തുറന്നു നോക്കും, എല്ലാവരും ഇദ്ദേഹത്തെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇത് വന്നിരുന്ന പൊസിഷൻ തെറ്റിപ്പോയി. പാസ്റ്റർമാരുടെ കൂട്ടത്തിലാണ് വന്നങ്ങിരുന്നത്. ഇപ്പം പറയുകയാണ്, എത്രത്തോളം നമ്മൾ ഒളിപ്പിക്കാൻ വെച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകുന്ന ദിവസമുണ്ട്. ഇവിടെ പറയുകയാണ്, എത്രയൊക്കെ കാണിച്ചാലും ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ആമീൻ. ഇപ്പം പരിഹസിക്കുന്ന ഒരു കാലമുണ്ട്. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവമക്കളെയും പരിഹസിക്കുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. ദൈവസന്നിധിയിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ ന്യായവതിയുടെ ഒരു കാറ്റടിക്കും. അന്ന് നെല്ലും പതിര് രണ്ടാം. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന നമുക്കൊരു പ്രാഗൽഭ്യമുണ്ട്. ഇതിനൊരു അന്ത്യമുണ്ട്. ഞാൻ ഈ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ ഇതിൻ്റെ അന്ത്യത്തിൽ നെല്ലും പതിരും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ ഈ എടുത്തതിൻ്റെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചതിൻ്റെ ഫലം തിരിച്ചറിയുന്ന ഒരു ദിനം കടന്നു വരുന്നു. പിന്നെ 6ാമത്തെ വാക്യം നമ്മൾ ആദ്യം വായിച്ചില്ല. എനിക്ക് ഈ സങ്കീർത്തനത്തിൽ ഏറ്റവും ഒരു സൗന്ദര്യം തോന്നിയ വാക്യമാണ്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, നാശകരമാകുന്നു. ഏറ്റവും ആശ്വാസം നമുക്ക് ലഭിക്കുന്ന ഒരു വാക്യമാണ് യഹോവ നീതിമാന്മാരുടെ വഴി. നീതിമാന്മാർ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അറിയുന്നു. സത്യത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താ അറിയാമോ? തന്നെ മനസ്സിലാക്കുക. തൻ്റെ കൂടെയുള്ള വ്യക്തി അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ ഒരാളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കുന്നത്. പലരും പല കാര്യങ്ങൾ പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഈ ഇന്ത്യയിലൊക്കെ നമുക്കറിയാം, ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ കോടതി വിളിക്കുന്നതിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. പല വാദങ്ങൾ പറയും. വ്യക്തമായ കൃത്യമായ വാദങ്ങൾ ഉണ്ടെങ്കിലേ തനിക്കെതിരെയുള്ള ആരോപണം തെറ്റാണ് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ പറയുകയാണ്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഇവിടെ വഴി അറിയുക എന്നുള്ളതിൻ്റെ പദം പറഞ്ഞിരിക്കുന്നത് ഒരു ഇടയൻ തന്നെ ആടുകളെ അറിയുന്നത് പോലെ. ആ സഞ്ചരിക്കുന്ന പാതയെ അറിയാം എന്നല്ല, ആ ആടിനെ അറിയാം. ആ ആടിനെ സഞ്ചരിക്കാൻ കഴിയുന്നൊരു പാതയാണോ ഇത്? ഒരിക്കൽ ഒരു ഈജിപ്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയ ഒരു വ്യക്തിയുടെ ഒരു കുറിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ ഇടയനും ആടും കൂടെ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുള്ളത്. തൻ്റെ
പല പിക്ചറും അല്ലെങ്കിൽ പല ചിന്തകളും ഈ ആടും ഇടയനും തമ്മിലുള്ള ലൈഫിനെ പറ്റി കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ട് ശരിക്കും കാണുന്നത് ഇടയനും ആടുകളും കൂട്ടത്തോടെ. താൻ നോക്കുമ്പോൾ സാധാരണ ഇടയന്മാരെ പറ്റിയൊക്കെ വായിച്ചിട്ടുള്ള ഈ വടിയും ഇതൊക്കെ പിടിച്ച് അടിച്ചടിച്ചൊക്കെയാണ് പോകുന്നത്. ഈ മനുഷ്യന് കൈ കെട്ടി നടക്കുകയാണ്. വലിയൊരു പാറക്കൂട്ടം പോലുള്ളൊരു വലിയ ദുർഘടമായൊരു പാത. ഈ പാതയുടെ നടുക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ കൈയും കെട്ടി നടക്കുന്നു. ചുറ്റും ആടുകളുണ്ട്. ഇങ്ങനെ കുറച്ച് ഏകദേശം യാത്ര ചെയ്ത് ഏകദേശം അടുത്തെത്തിയപ്പോഴാണ് താൻ കാണുന്നത്, താൻ കൈ കെട്ടി കിടക്കുമല്ലോ, തൻ്റെ കൈയുടെ അകത്ത് 3 ആടിൻ്റെ കുട്ടികളുണ്ട്. ഈ 3 ആട്ടിൻകുട്ടി എടുത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ച് നടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ഈ സഞ്ചരിക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അത് ഈ ചെറിയ ആട്ടിൻകുട്ടിയാണ്. ഇതിന് തന്നെ പോയാൽ ഇത് ബാക്കിയുള്ളതും തട്ടിയൊക്കെ വീഴും. അതുകൊണ്ട് ഇത് സഞ്ചരിക്കാൻ പറ്റിയൊരു പാതയല്ലാത്തത് കൊണ്ട് ഈ ആട്ടിൻകുട്ടികളെ ഇത് ചേർത്തങ്ങ് പിടിച്ചേക്കുവാണ്, കയ്യിലെടുത്തങ്ങ് പിടിച്ചേക്കുകയാണ്. ഒരു ഇടയനറിയാം ഈ പാതയിലൂടെ ഈ ആട് നടക്കാൻ കഴിയുമോ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, അവൻ നമ്മെ അറിയുന്നു. നമ്മുടെ തിരുവനന്തപുരത്തിൽ ഒരു വാക്യ പ്രകാരമുണ്ടല്ലോ, ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് നമ്മെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ നിലവുകളും, നമ്മുടെ ഓരോ വ്യക്തിയുടെ വിഷമങ്ങളും, നമ്മൾ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഓരോ നൊമ്പരങ്ങളും അവൻ തിരിച്ചറിയും. നമുക്ക് അത് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ പാതയിൽ, ദൈവം ഒരുക്കിയ പാതയിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മെ അറിയുന്നു. ദൈവം നമ്മെ കരുതുന്നു. ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം നമ്മെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ദൈവം കരുതുന്നുണ്ടല്ലോ, അത് മതി. ഈ വഴിയുടെ അവസാനം ഒരു നിത്യതയുണ്ട്. ദൈവത്തെ ഇല്ലാത്തവർ നശിച്ചു പോകുമ്പോൾ നമുക്കൊരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. ഈ വഴിയിൽ കർത്താവ് നമ്മെ അറിയുന്നു. ഈ വഴിയുടെ അവസാനം ആ കർത്താവിനെ മുഖാമുഖമായി നാം കാണുന്നു. ഇങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കാലം ഒരു തീരുമാനം നമുക്ക് എടുക്കണം. കർത്താവേ, എൻ്റെ പാദങ്ങൾ ഇന്ന് ഏത് വഴിയിലാണ്? ദൈവത്തെ സേവിക്കുന്ന വഴിയിലാണോ? അത് ദൈവമില്ലാത്ത ദൈവത്തെ ത്യജിക്കുന്നവരുടെ കൂടെയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കൽ ഒരു തീരുമാനമെടുക്കട്ടെ. കർത്താവിൻ്റെ തിരുമേശ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ ഒരു തീരുമാനമാണല്ലോ. നമ്മുടെ തീരുമാനം ഒന്നുകൂടെ പുതുക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം ഒന്നുകൂടെ പരിശോധിക്കുവാൻ, ന്യായവിധിയുടെ ഒരു കാറ്റ് നമ്മുടെ നേരെ വീശുമ്പോൾ കാറ്റിരിക തട്ടിരിക്കുന്ന വൃക്ഷം പോലെ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ട നല്ല വചനത്തിൽ